എന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു. ഒരുത്തൻ നമ്മൾ റേറ്റ് കൊളുത്തിയവനെ ആണെങ്കിൽ പ്രൈമികം അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവനെ നമ്മൾ അടിച്ചുകൊണ്ട് ചെയ്തു. ഓ, എന്തോ പ്രൈമികം എല്ലാത്തിനും അടിച്ചിട്ടോണ്ടിരിക്കുക. അതിനുശേഷം നമ്മളെ രണ്ട് ടീമൊക്കെ എത്രയെ ഗതഭാഗിയായിട്ടുണ്ടായിരുന്നു. ഇത് നെറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ പ്രൈമിക നമ്മളെ കൊമ്പൻ അടിച്ചിട്ടു, ഒമ്പനെ നമ്മളും അടിച്ചിട്ടു. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോ ഇവന്റെ ഗ്ലൂ ആയിട്ട് ഓടുന്നു. നമ്മളെ ഗ്ലൂ ആയിട്ട് വിളിച്ചു എത്തിയിട്ട് അവനെ ഓടുന്നത് എങ്ങനെയാ? അത് ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ അവനെ തട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് ടീമേഴ്സും ചത്തു. കാരണം അവന്മാർ രണ്ട് നെറ്റ് വയ്ക്കുകയാണ്. അവന്മാരെന്തായാലും ചാവും. ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു 25 കൊടുത്തു, ചത്തില്ല. രണ്ടാമത്തെ കൊണ്ടില്ല. മൂന്നാമത്തെ കറക്റ്റ് എന്ന് എനിക്കിട്ടുണ്ട്. സൈഡിൽ കല നിൽപ്പുണ്ട്, മുമ്പില് ഇവൻ നിൽപ്പുണ്ട്, കൊമ്പൻ നിൽപ്പുണ്ട്. ഭയങ്കര പ്രശ്നമായി. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഇതിനെല്ലാം ലാഗായി. ഞാൻ ഗ്ലൂ ഇട്ട് നിൽക്കാന്ന് ചോദിച്ചപ്പോഴത്തേനും എല്ലാവരും പ്രൈമികോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. കലകയൊക്കെ അറിയാവുന്ന ഒരു പ്ലെയർ ആണ്. ഓക്കെ, കലകയുടെ ഫ്രണ്ട് ആണ്. നൈസ് പ്ലെയർ ആണ്. പക്ഷെ നമ്മൾ നോക്കിയപ്പോ കൊമ്പൻ ചുമ്മാ അവിടെ നിൽക്കുന്നു. കൊമ്പനെ കൊണ്ട് നമ്മളും തട്ടി. കൊണ്ടില്ല. നമ്മൾ രണ്ടടി അടിച്ച് കൊണ്ടില്ല. ലെവൻ അടിച്ചപ്പോ തന്നെ എനിക്കറിയാം സ്പേസ് ടു വേസിന്റെ അടുത്ത് ഈ കലക എന്നെ തോപ്പിക്കുന്നു. അതിന് ശേഷം നോക്കുമ്പോ അതിന് മുമ്പത്തെ കളിയിൽ ഞാൻ ചത്തൊരു കളി ഉണ്ട്. ആ കളിയിൽ യോമാര് MB40 എടുത്ത് തന്നെ അടിച്ചു. അതുകൊണ്ടാണ് ഞാൻ MB40 എടുത്തതൊക്കെ. എന്നും പറഞ്ഞിട്ട് MB40 എടുക്കുന്നത് ഹെഡ് ഷോട്ട് റൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തവര് വരും. അതുകൊണ്ട് മാത്രം അപ്പൊ തന്നെ 3 പേരെ എങ്ങനെ പ്രൈമിക അടിച്ചിട്ടു. പ്രൈമിക വേറെ ഒരു പ്ലെയർ ആണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി പ്രൈമിയുടെ കളി കണ്ടു. എന്തായാലും ഈ കളി ഇത്ര വലുതായി. ടാറ്റ ബൈ ബൈ, സീ യു നെക്സ്റ്റ്